ഹലോ, അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഇവിടെ വന്നു, ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇപ്പോൾ സിറ്റി ടൂറിന് വേണ്ടി പോകണേണ്. സിറ്റി ടൂർ, ഇപ്പോൾ സിറ്റിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി എല്ലാവരും വണ്ടിയിലേക്ക് കയറി. ഇനിയിപ്പോൾ ഞങ്ങളും കയറി ഞങ്ങൾ വിടുകയാണ്. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ ഹോട്ടലും പിന്നെ പരിസരവും ഇതാണ്. ഇവിടുന്ന് അധികം ദൂരം ഇല്ലെന്നാണ് പറഞ്ഞത് സിറ്റിയിലോട്ട്. പക്ക സെന്ററാ. ഫ്ലെയിം ടവർ അവിടെ ബാക്കിലല്ലേ നമ്മൾ വന്നപ്പോൾ കണ്ടത്. നല്ല തണുപ്പ്, കാറ്റ് എല്ലാം ഉണ്ട്. ഇനി അവിടെ ചെന്നിട്ട് സിറ്റി ടൂറിൻ്റെ ഭാഗങ്ങൾ കാണിക്കാം. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓണായി തുടങ്ങി. ഇപ്പോൾ സമയത്ത് 6 മണി. 1 മണിക്കൂർ ഞങ്ങൾ ലേറ്റായി. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ 4 മണിക്ക് വന്നതാണ്. ഇതെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ കോർട്ടാണെന്നാ പറഞ്ഞത്. ഇതേതോ പാർക്കാന്ന് തോന്നണല്ലേ. അടിപൊളി. ഇവിടുത്തെ ബസ് ഉണ്ടോ? ഈ യൂറോപ്യൻ കാഴ്ചകൾ കാണുന്ന പോലെ ഉണ്ടല്ലേ. ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ബൈക്ക് അവിടെ ലാൻഡ്മാർക്ക് ഹോട്ടൽ കഴിഞ്ഞു. ഹലോ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ ഇവിടെ എക്സ്ചേഞ്ചിൽ പോയി ഡോളർ മാറി. ഒരു ഡോളറിന് 1.69 അല്ലേ, 1.69 വെച്ചിട്ടാണ് കിട്ടിയത്. അപ്പോൾ എയർപോർട്ടിലും കൂടുതൽ ഇതുണ്ട്. എയർപോർട്ടിൽ ചെക്ക് ചെയ്തപ്പോൾ 1.65 ആണ്. ഇവിടെ 1.69 വെച്ച് കിട്ടി. പുറത്തുനിന്നാണ് ഞങ്ങൾ മാറിയത്. പിന്നെ റോസാപ്പൂ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ മാറി ഇനിയിപ്പോൾ സിറ്റി ടൂർ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സിറ്റിയിലേക്ക് ഏതോ ഒരു സ്ഥലത്ത് എത്തി. സ്ഥലമൊന്നും അറിയില്ല. ഈ സിഗ്നലിൽ നമ്മൾ നേരത്തെ വന്ന് കിടന്നത്. ഇവിടെ നിന്ന് റൈറ്റാണ് ആദ്യം പോയത്. ഫീൽ ലൈക്ക് 4 ഡിഗ്രി ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഏതാ? ഫീൽ ലൈക്ക് 4 ഡിഗ്രി. ആക്ച്വലി 7 ആണ്. ഫീൽ ലൈക്ക് 4 ഡിഗ്രി ആണ്. നല്ല കാറ്റ് കിടക്കുന്നുണ്ട്. നമ്മുടെ നേരെ കാണുന്നതാണ് ബാക്കുവിൻ്റെ ഐഡന്റിറ്റി ഫ്ലെയിം ടവർ. 3 ഉണ്ട് കണ്ടോ. അത് രാത്രി കാണാനാണ് ഭംഗി. രാത്രി അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. എല്ലാവരും ഇവിടെ വരുമ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുള്ളതാണ്. എങ്കിലും നമ്മളുടെ വീഡിയോയിലും കാണാം. കാണുന്നതാണ്. എവിടെയോ കൊണ്ടുവന്ന് നിർത്തി. നമ്മളെ ഡ്രൈവർ ചേട്ടൻ ഇവിടെ ഇറക്കിയിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ട് നിസാമി സ്ട്രീറ്റാണ്, നിങ്ങൾ നടന്ന് കണ്ടോളൂ, ഓൾഡ് സിറ്റിങ് നടന്ന് കണ്ടോളൂ. 8 മണിയാകുമ്പോൾ പുള്ളി വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് 4-ാം ദിവസം ബാക്കു സിറ്റി ടൂർ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മളെ കൊണ്ടുവന്ന് പുള്ളി ഇവിടെ ഇറക്കിയിട്ട് പോയതാണ്. ഇതാണ് നിസാം സ്ട്രീറ്റിൻ്റെ തുടക്കം. അവിടെ ഒരു സീ സൈഡാണ് അത് കാണുന്നത്. ഇവിടെ നിന്ന് നമ്മളിനി നേരെ നടന്നങ്ങോട്ട് പോകും. ഇതൊരു പാർക്ക് പോലെയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്.
ഞങ്ങൾക്ക് 3 മണിക്കൂർ സമയമൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് പതുക്കെ ഓരോ സ്ഥലത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. നിസാം സ്ട്രീറ്റ്, നിസാം സ്ട്രീറ്റ് എന്നാ പറഞ്ഞത്. ഇതൊരു ഫുഡ് സ്ട്രീറ്റും കൂടിയാണ്. 2 സൈഡിലും ഓരോ റെസ്റ്റോറൻറ്റൊക്കെ ഭാഗമായിട്ടുള്ള ഇതിലെ ഫുഡുകളും നടുക്കൂടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി കാഴ്ചയുണ്ട്, അത് രക്ഷയില്ല, സൂപ്പറാണ്. Yes, bro. Good. ഇതാണ് നിസാമി സ്ട്രീറ്റ്. അടിപൊളി കാഴ്ചയുണ്ട്, ഒരു രക്ഷയില്ല, സൂപ്പറാണ്. ഒന്നും കൂടി രാത്രി ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ. വാ ഇതേ തണുപ്പുണ്ട. ഞങ്ങളൊന്ന് വിശന്നപ്പോഴേക്കും ഇവിടെ ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഷവർമയും ഹോട്ട് ഡോഗും മേടിച്ചു. 250 മന്നാത്തയുണ്ട്. കണ്ട, ഇതാണ് ഷോപ്പ്. 250 മന്നത്ത്, അതും നല്ല ക്വാണ്ടിറ്റി ഉള്ളതാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളിയല്ലേ? അധികം പൈസയില്ല. 250 മന്നാത്തുണ്ട്. ഈ ഫുഡൊക്കെ കഴിച്ചാൽ മതി, വിശപ്പ് ആവശ്യത്തിന് നല്ല ഇതാവും.
സിഗ്നലും കാത്ത് ഇരിക്കുകയാണ്. ഓക്കെ, വാ നടന്നോളൂ. ആയിരിക്കും. കറക്റ്റ് സ്പീഡിൽ നടക്കുക. ആടിയും പാടിയും നടന്ന 4 എണ്ണം റോഡിനടുക്കി നിൽക്കും. ബീച്ച് സൈഡ്. നമ്മൾ അവിടെ നിന്നായിരുന്നു നിസാമി സ്ട്രീറ്റിലോട്ട് പോയത്. ഞങ്ങൾ അതിലൂടെ കറങ്ങി ഫുള്ള് ഇതിലൂടെ ഒന്ന് ക്രോസ് ചെയ്ത് ഇനിയിപ്പോൾ ഇവിടെ ബീച്ച് സൈഡ് എന്നിട്ടാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം. അച്ഛനും 2 മക്കളും കൂടി ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ അജിത്തിൻ്റെ പുതിയ പടത്തിൽ കാണിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയാണ് അത് ഷൂട്ട് ചെയ്തത്. തമിഴ് ഫിലിം. അതാണ് ഫ്ലെയിം ടവർ, ബാക്കുവിൻ്റെ മെയിൻ ബിൽഡിംഗ്, ഐഡൻറ്റിറ്റി. ഇതൊരു കോർണിഷ് ഏരിയയാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഈ നല്ല കാഴ്ച കണ്ടിങ്ങനെ നടക്കാം കോർണർ സൈഡ്.